മലപ്പുറം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രികർ ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയി. കുട്ടികളടക്കം 5 പേരാണ് ലിഫ്റ്റിൽ കുടുങ്ങിയത്. ലിഫ്റ്റ് തുറന്ന് ഇവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അരുൺ അമർനാഥ് വിവരങ്ങളുമായുണ്ട്. അരുൺ, ഇപ്പോഴും ഇവർ ലിഫ്റ്റിനുള്ളിലാണോ? അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണോ ഇത്? മലപ്പുറം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രികർ ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയി എന്നതാണ് അരുൺ നൽകുന്ന വിവരം. കുട്ടികളടക്കം 5 പേരാണ് ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയത്. അരുൺ, ലിഫ്റ്റിനുള്ളിൽ ഇപ്പോഴും ഇവർ കുടുങ്ങിക്കിടക്കുകയാണോ? രതീഷ്, അതെ, 10 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ തിരൂർ റെയിൽവേ സ്റ്റേഷന്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ലിഫ്റ്റിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 5ഓളം യാത്രക്കാർ കുടുങ്ങുന്നത്. 1 മണിക്കൂറോളമായി ഇവരെ ഇപ്പോൾ പുറത്തെടുക്കാനുള്ള ഒരു ദൗത്യത്തിലാണ് അഗ്നിരക്ഷാ സേന എത്തി. ആ ദൗത്യം പുരോഗമിക്കുകയാണ്. അവസാന ഘട്ടത്തിലാണ് എന്നുള്ളതാണ്. ലിഫ്റ്റ് തുറക്കുന്നത് എന്തായാലും ഇനി പ്രായോഗികമാകില്ല. ആ ഘട്ടത്തിലാണ് ലിഫ്റ്റ് പൊളിച്ച് യാത്രക്കാരെ പുറത്തിറക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് അഗ്നിരക്ഷാ സേന കടന്നിട്ടുള്ളത്. 5 ആളുകളാണ് ആകെ ഉള്ളത്. അതിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ ലിഫ്റ്റിലായിരുന്നു. രാവിലെ 10 മണിയോടുകൂടി പ്ലാറ്റ്ഫോം മാറാനുള്ള മറ്റേ പ്ലാറ്റ്ഫോമിലേക്ക് എത്താനുള്ള ഒരു ശ്രമത്തിനിടയിലാണ് ഇത്തരത്തിൽ ലിഫ്റ്റിൽ അകപ്പെട്ടു പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിന് അഗ്നിരക്ഷാ സേന അല്പസമയത്തിനുള്ളിൽ തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തി ആ ദൗത്യം ആരംഭിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. അവസാന ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവരെ പുറത്തെത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് തിരൂരിൽ നിന്ന് അഗ്നിരക്ഷാ സേന ഉൾപ്പെടെ നൽകുന്ന വിവരം എന്നുള്ളത് തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ ഇവരെ പുറത്തേക്ക് എത്തിക്കണം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല എന്നുള്ളത് കൂടി അറിയിക്കുന്നുണ്ട്. രതീഷ്, സാധാരണ ഇത്തരം സംഭവങ്ങൾ നേരത്തെയും തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിട്ടുണ്ടോ? സാധാരണ നിലയിൽ എന്തെങ്കിലും ചെറിയ സാങ്കേതിക പ്രശ്നമൊക്കെ ഉണ്ടായാലും തൊട്ടടുത്ത ഫ്ലോറിൽ പോയി നിൽക്കുകയും അത് താനെ തന്നെ തുറന്ന ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നതും ഒക്കെയാണല്ലോ. അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ ലിഫ്റ്റുകളുടെയൊക്കെ സാങ്കേതിക വിദ്യ. എന്താണ് സംഭവിച്ചത് എന്ന് റെയിൽവേയിലെ ഈ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള ഒരു ഔദ്യോഗിക വിശദീകരണം ഒന്നും ഈ ഘട്ടത്തിൽ വന്നിട്ടില്ല. പ്രാഥമിക പരിഗണന ഇവരെ യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതിനു മുമ്പും സമാനമായ ഇത്തരത്തിലുള്ളൊരു ചരിത്രമുണ്ടോ എന്നുള്ളതൊന്നും നിലവിൽ നമുക്ക് ലഭ്യമല്ല. എന്തായാലും സമീപകാലത്തൊന്നും തന്നെ ഇങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെയൊരു സാങ്കേതിക പ്രശ്നമൊന്നും നേരിട്ടിട്ടില്ല എന്നുള്ളതാണ് അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ പ്രാഥമികമായും അവർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ അഗ്നിരക്ഷാ സേനയുടെ ദൗത്യം പൂർത്തിയാകും എന്നുള്ളത് തന്നെയാണ്. അവരുമായൊക്കെ ഫോണിൽ സംസാരിച്ചു. ലിഫ്റ്റിനകപ്പെട്ടവരുമായൊക്കെ ഫോണിൽ ബന്ധുക്കളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അത്ര ആശങ്കയൊന്നും വേണ്ട. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവരെ പുറത്തിറക്കണം എന്നുള്ളത് തന്നെയാണ്.